അതിവിപുലമായ വിശാലമായ പ്രൊഫഷണലായിട്ടുള്ള സാങ്കേതിക മികവുള്ള MG വാസുദേവൻ നായരുടെ പേരിലുള്ള പാർക്ക് MG പാർക്ക് കോഴിക്കോട് വരുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നടപടി, ഒരു സാംസ്കാരിക പ്രോജക്റ്റ്. 50 കോടി രൂപ പ്രാഥമികമായി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. വിവിധ ഒരു സ്മാരകം എന്നുള്ള നിലയിലില്ല, വിവിധ കലാരൂപങ്ങളുടെ പഠന ഗവേഷണങ്ങൾക്കുള്ള വേദിയായിട്ടാണ് ഇത് ഒരുക്കുന്നത്. നാടകം, സിനിമ, സംഗീതം തുടങ്ങിയ എല്ലാറ്റിനുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രമായിട്ടാണ്. ചരിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മ്യൂസിയം, വിശാലമായ ലൈബ്രറി, ബുക്ക് ഷോപ്പ്, ആർട്ട് ഗാലറി, സിനിമാ തിയേറ്റർ, എഴുത്തുകാരുടെ ശബ്ദ മ്യൂസിയം തുടങ്ങിയവയും ഷോർട്ട് ഫിലിമുകളുടെയും ഡോക്യുമെൻ്ററികളുടെയും ശില്പശാലകൾക്കുള്ള സംവിധാനം എല്ലാം ഇവിടെ ഉണ്ടാകും. വിദേശത്തു നിന്ന് എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരും എത്തിയാൽ താമസിക്കാനുള്ള ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ഫുഡ് കോർട്ടും എല്ലാം ചേരുന്ന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ പാർക്കായിരിക്കും ഇതെന്നാണ് വിഷ്ണുനാഥ് അറിയിക്കുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി വിഷ്ണുനാഥിൻ്റെ ഒരു ഫിംഗർ ടിപ്പായിരിക്കും കോഴിക്കോട് MG പാർക്ക്. അത് കാണാൻ തന്നെ ടൂറിസ്റ്റുകൾ ലക്ഷക്കണക്കിന് വരും എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഉമ്പായിയുടെ പേരുള്ള അക്കാഡമി ഈ സാമ്പത്തിക വർഷം തന്നെ ആരംഭിക്കും. ഇവ രണ്ടിന് സ്ഥലം കണ്ടെത്താൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് നടന്ന ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് MGയുടെ വീട്ടിലേക്ക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് എത്തിയ മന്ത്രി MGയുടെ വീട് സന്ദർശിക്കുകയുണ്ടായി. കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്ര വിശാലമായിട്ടുള്ള ഒരു MG പാർക്ക് രാജ്യത്ത് വരുന്നത്. ഒരു വലിയ സാംസ്കാരിക സമുച്ചയം തന്നെ കോഴിക്കോട് വരുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. തീർച്ചയായും ആ സാംസ്കാരിക സമുച്ചയത്തിൽ കേരളത്തിലെ നാളിതുവരെയുള്ള എല്ലാ എഴുത്തുകാരുടെയും, മൺമറഞ്ഞു പോയ സകല എഴുത്തുകാരുടെയും, ജീവിച്ചിരിക്കുന്നവരുടെയും കൃതികളും അവരുടെ സംഭാവനകളും അവരെ കൊണ്ട് ലഘുജീവ ചരിത്രമൊക്കെ പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫിംഗർ ടിപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫുട് പ്രിൻ്റായി അത് വരും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ MGയുടെ സ്മാരകം കേവലം ഒരു സ്മാരകവും ഒരു ചെറിയ ലൈബ്രറിയും ഒരു ചെറിയ ഹാളും പണിത് വയ്ക്കുന്നതാണ് സാധാരണയുള്ളത്. പിന്നെ അവിടെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഇതങ്ങനല്ല. ഇത് പറയുന്നത് മ്യൂസിയമുണ്ട്, ലൈബ്രറി ഉണ്ട്, പാർക്കുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, നാടക തിയേറ്ററുണ്ട്, ഗവേഷണ സംവിധാനങ്ങളുണ്ട്, ഹോട്ടലുണ്ട്, ഫുഡ് പാർക്കുണ്ട്, അല്ലാതെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് തുടങ്ങി സകലവിധ സംവിധാനങ്ങളുമുള്ള അത്യാധുനികമായ ലോകോത്തരമായ മാതൃകയിലാണ് അത് ചെയ്യുന്നത്. 50 കോടി രൂപ ചെറിയ തുകയാണ്, എങ്കിലും അത് പ്രാഥമികമായി വച്ചിട്ടുണ്ട്. ബാക്കി തുക കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ഇനി CSR പൈസ, സ്പോൺസറിങ് ഒക്കെ ഒരുപാട് കണ്ടെത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വളരെ വിശാലമായ, രാജ്യത്തെ തന്നെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു കൾച്ചറൽ പാർക്ക് MGയുടെ പേരിൽ വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് തീർച്ചയായും ഈ രാജ്യത്തെ എഴുത്തുകാർക്കും വിദേശത്തെ എഴുത്തുകാർക്കും എല്ലാം വരാനും ഇരിക്കാനും സംസാരിക്കാനുമുള്ള ഡയലോഗുകൾ നടത്താനും കഴിയുന്ന സാഹിത്യ ശില്പശാലകളും സാഹിത്യ സമ്മേളനങ്ങളും അന്താരാഷ്ട്ര സാഹിത്യ സെമിനാറുകളും ഒക്കെ വർക്ക്ഷോപ്പുകളും ഒക്കെ നടത്താൻ കഴിയുന്ന, പുതിയ കുട്ടി എഴുത്തുകാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന, നവ എഴുത്തുകാർക്ക് അവസരം കൊടുക്കുന്ന വിശാലമായ അതിവിശാലമായ ഒരു പ്രൊജക്റ്റായി അത് മാറട്ടെ. അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ടുള്ള ലൈബ്രറികളും മ്യൂസിയവും ആർട്ട് ഗാലറിയും സിനിമാ തിയേറ്ററും ബുക്ക് ഷോപ്പും അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഫുഡ് കോർട്ടും അവിടെ പിന്നെ കലാ കായിക സാഹിത്യ മേഖലയിലുള്ള കായികമൊഴിച്ച് കലാ സാഹിത്യ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന സിംഗിൾ പോയിൻ്റായിട്ട് അത് വരും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ സംഭാവനയായിരിക്കും ഒരുപക്ഷെ കേരളം ലോകത്തിന് നൽകുന്നത്. അങ്ങനെ ഒരു പൈതൃക ഗാലറി കൂടി തുറക്കണം അവിടെ. അതിനകത്ത് ഒരു പൈതൃക ഗാലറി തുറന്നാൽ അതിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്.